ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 38ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്ക് ലൈവ് തൊട്ട് എപ്പിസോഡ് വരെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഷാനവാസ്ക അനീഷിനെ നല്ല രീതിയിൽ വാരുന്നുണ്ട്. അനീഷ് പറയുകയാണ്, എനിക്ക് ജെന്യുവനായിട്ട് നിൽക്കാനേ അറിയുള്ളൂ, നിങ്ങളെപ്പോലെ സ്ട്രാറ്റജി മെനയാനും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന്. അവിടെ ഷാനവാസ് പൊള്ളിച്ചടുക്കുന്നുണ്ട് അനീഷിനെ. നിങ്ങളാണ് ഒന്നാമത്തെ ദിവസം തൊട്ട്, അതായത് അനീഷിനോട് പറയുകയാണ്, നിങ്ങളാണ് ഒന്നാമത്തെ ദിവസം തൊട്ട് ഇവിടെ ഗെയിം കളിക്കുന്നത്, ഫേക്കായിട്ട് നിൽക്കുന്നത് എന്ന്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഭയങ്കര ജെന്യുവനായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ എങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സ് ഇല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ ഫ്രണ്ട്സ് ഇല്ല? നിങ്ങളിവിടെ ജെന്യുവൻ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ജെന്യുവൻ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഫ്രണ്ട്സ് വേണ്ടേ, ഒരു സുഹൃത്ത് സർക്കിൾ വേണ്ടേ? നിങ്ങൾക്ക് ബാക്കി എല്ലായിടത്തും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇവിടെ ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഷാനവാസ് അനീഷിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ അനുമോളെയും പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസ്ക. അത് നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ പെങ്ങളുട്ടിയായി മാറിയോ അനുമോൾ എന്ന് എനിക്കൊരു സംശയം ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നടന്നത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. നമ്മുടെ ഇന്നലെ വീക്ക്ലി ടാസ്കിൽ ഗോൾഡ് കോയിൻ കിട്ടിയവർ അത് ബി സർക്കസിൻ്റെ അകത്തുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് റദ്ദായി പോകുമെന്ന് പറയുന്നുണ്ട്. ആ ഗോൾഡ് കോയിൻ എന്തോ സവിശേഷതയുണ്ട് എന്നൊക്കെ ബിഗ് ബോസ് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പേര് ഈ കോയിൻ നമ്മുടെ ബി സർക്കസിൽ പങ്കെടുത്തവർക്ക് കൈമാറുന്നു, കുറച്ച് പേര് കൈമാറാതിരിക്കുന്നു. അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, പിന്നെ ബാക്കിയുള്ളവരുടെ കയ്യിൽ, അതായത് വീക്ക്ലി ടാസ്ക് നടത്തിയവരുടെ കയ്യിലുള്ള കോയിൻ തിരിച്ചു വെക്കാൻ. അപ്പം മനസ്സിലാവുന്നു ഇതിൽ വേറെ സവിശേഷതയൊന്നുമില്ല എന്ന്. അപ്പോഴൊരു ചേരിതിരിവും വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ വീക്ക്ലി ടാസ്ക് ആയിരുന്നു. വീക്ക്ലി ടാസ്കിൻ്റെ അകത്ത് ബിഗ് ബോസ് ഒരു അനൗൺസ്മെൻറ്റ് നടത്തി, 2 മെഷീൻസ് ഉള്ളതിൽ ഒരു മെഷീനേ ഉള്ളൂ, മറ്റേത് വാടകയ്ക്ക് കൊടുത്തു എന്ന്. പിന്നെ ഇന്നലെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, നൂറയ്ക്ക് എന്തോ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇത് ടൈമിൽ ഈ ചെരുപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന്. സോ അത് തടയാൻ വേണ്ടിയിട്ട് എല്ലാവരും, തൊഴിലാളികൾ എല്ലാവരും റിബലായിരുന്നു. അത് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ. അപ്പോഴേക്കും നൂറ് അതിനേക്കാളും വലിയ റിബൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ബ്ലാക്ക് കോയിൻ തരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അപ്പം വീണ്ടും കുറച്ചും കൂടെ പ്രൊവോക്ഡായി തൊഴിലാളികൾ. പിന്നെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വാഗ്വാദം ഉണ്ടായി. പിന്നെ നമ്മുടെ നൂറേനെ ഫാക്ടറിയിലേക്ക് കയറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ ആയി. കയറിയതിന് ശേഷം അക്ബർ പല സാധനങ്ങളും എടുത്തു മാറ്റുന്നു. അതിനിടയ്ക്ക് ഒരു വള്ളിയുണ്ട്, വള്ളി അക്ബർ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു, അത് നൂറ പിടിച്ച് വലിക്കുന്നു. അങ്ങനെ അക്ബറിൻ്റെ കൈ കീറുന്നുണ്ട്. അപ്പോഴേക്കും അക്ബറിൻ്റെ 2 മിനിറ്റത്തേക്ക് അക്ബറിൻ്റെ കൺട്രോൾ അങ്ങ് പോയി. അക്ബർ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നു. അതിനുശേഷം അക്ബറിൻ്റെ കയ്യിലൊരു ഹാമർ ഉണ്ടായിരുന്നു, നമ്മുടെ ചുറ്റിക ഉണ്ടായിരുന്നു. ചുറ്റിക ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഓടിപ്പോയിട്ട് നൂറ ഭയങ്കരമായിട്ട് പ്രൊവോക്ഡായിട്ട് ഓടിപ്പോയിട്ട് അത് എടുത്ത് വലിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ജിഷിൻ അവിടെ നല്ല രീതിയിൽ കയ്യാങ്കളി നടത്തുന്നുണ്ട്. പിന്നെ നീ ഇങ്ങനെ സ്ത്രീയെ കയറി പിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അക്ബറുടെ അടുത്തേക്ക് ചെന്ന് പിന്നെ ഇതൊക്കെ കൈയൊക്കെ ഇതാക്കാൻ നോക്കുന്നത്. അക്ബർ നേരെ ആ കൈയൊക്കെ പിടിച്ച് തിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജിഷിൻ അത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നൂറേനെ കയറി പിടിച്ചു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നൂറ അക്ബറുടെ അടുത്തേക്കാണ് വന്നത്. സോ അങ്ങനൊരു പിന്നെ സിറ്റുവേഷൻ ഉണ്ടാകുന്നു. നമ്മുടെ തൊഴിലാളികൾ വേഴ്സസ് പിന്നെ ഓണർ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഓണറിൻ്റെ ഭാഗത്ത് നമ്മുടെ ആദിലയും ബിന്നിയും കൂടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിന്നി ഇവരുടെ ചർച്ചയ്ക്ക്, തൊഴിലാളികളുടെ ചർച്ചയ്ക്കൊന്നും വിളിച്ചില്ല എന്നുള്ള രീതിയിൽ ബിന്നി അങ്ങോട്ട് പോയി. ആദില എന്താണ് കൂടിയെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ അങ്ങനെ സ്പ്ലിറ്റ് ആവുന്നു. പിന്നെ ജയ്വിളിയായി, ബഹളമായി. അതിൻ്റെ ഇടയ്ക്ക് ഡബിൾ സ്റ്റാൻഡ് എടുത്ത 2 പേരാണ് മസ്താനിയും നമ്മുടെ ലക്ഷ്മിയും. അതത്ര ശരിയായില്ല എന്നെനിക്ക് തോന്നി. കാണുന്നവർക്കും അങ്ങനെ തോന്നാനാണ് ചാൻസ് കൂടുതൽ. സോ അങ്ങനെയൊക്കെ പോയി. അവസാനം 25 ചെരുപ്പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നൂറ കുറച്ച് ന്യൂട്രൽ ആവുന്നുണ്ട്. നാളെയും കൂടെ ഉണ്ട്, അതായത് 3 തവണയുണ്ട് ഈ ടാസ്ക്. അതായത് ഒരു തവണ അവർ കറക്റ്റ് കൊടുത്തു, ഒരു തവണ കറക്റ്റ് കൊടുക്കാതിരുന്നു, അടുത്തെങ്കിലും നമുക്ക് കറക്റ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. സോ അതിനെ ഒന്ന് ചാക്കിടാൻ വേണ്ടിയിട്ട് നൂറ പിന്നെയും കുറച്ച് സൈലൻ്റ് ആവുന്നുണ്ട്. പക്ഷേ നൂറ ഇന്ന് ഒട്ടുക്കത്തെ പ്രൊവോക്കേഷനായിരുന്നു. ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആവുകയും ചെയ്തു. എന്തൊക്കെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നൂറയ്ക്ക് അറിയത്തില്ല, കുറച്ച് അക്ബറിനും അറിയത്തില്ല. സോ ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇത് കഴിഞ്ഞതിന് ശേഷം റെന ആൻഡ് ബിന്നി നമ്മുടെ അക്ബർ, ജിസൈൽ, ആര്യൻ എന്ന ഗ്രൂപ്പിൽ നിന്ന് വലിയ എന്നുള്ള രീതിയിലാണ് സംസാരം നടക്കുന്നത്. റെന മാറാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരെന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ടാസ്ക് വരുമ്പം റെനേനെ ഒഴിവാക്കുന്നു, പിന്നെ ക്രെഡിറ്റ്സ് തട്ടിയെടുക്കുന്നു. അവരുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ തന്നെ പറഞ്ഞിട്ട് ഇവരത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇവർക്കൊരു ക്രെഡിറ്റ്സും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റെനയും ബിന്നിയും സംസാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ അക്ബറിനെ ബിന്നി നല്ല രീതിയിൽ കുത്തുന്നുണ്ട്. നമ്മുടെ ഈ വീക്ക്ലി ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ലൈവിലാണ് സംഭവം. ബിന്നി പറയുന്നുണ്ട്, അക്ബർ ഇന്ന് എന്ത് ഓവറായിരുന്നു, ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ബൂർഷയോ നമ്മുടെ നൂറ ബൂർഷേനെ പോലെ സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ട്, എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഇതൊന്നും ടാസ്ക് ബേസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും തോന്നിയത് കുത്തിത്തിരിപ്പിൻ്റെ ബിന്നി അതാണ് തോന്നിയത്. അവർ പിന്നെ അങ്ങനെ കുറേ നേരം കോൺവെർസേഷനൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഏത് സമയം അനുവിനെ പിന്നെ ഓരോ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തണ്ട, അനുവിൻ്റെ ഭാഗത്തും ചെറിയ ശരികളൊക്കെ ഉണ്ട് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോയി.
അതിനുശേഷം ബിന്നി ആൻഡ് റെനെ വേറൊരു കാര്യം പറയുന്നുണ്ട് ജിസൈലിനെ കുറിച്ചാണ്. ജിസൈൽ പിന്നെ അനാവശ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു, അവർക്ക് വേണ്ടി പർട്ടിക്കുലറായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു, എടുത്തു മാറ്റി വെക്കുന്നു. അത് ശരിയല്ല. എല്ലാവർക്കും വീട്ടിൽ ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അതെനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ജിസൈൽ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ജിസൈൽ പിന്നെ ആരും ഇല്ലെങ്കിൽ കിച്ചണിൽ സഹായിക്കാൻ ഭയങ്കര തൽപരയാണ്. അതായത് എപ്പോഴാണെങ്കിലും കുറേ പേരൊക്കെ മാറിയിരിക്കുമ്പോഴും ജിസൈൽ അവിടെ ഇരുന്ന് പണിയെടുക്കാൻ ആ ഒരു കുറവുമില്ല. അത് അനുമോളേക്കാൾ കൂടുതൽ ജിസൈൽ അവിടെ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു എന്താ പറയുക, അത് സോപ്പിടലായിട്ടാണ് മാറുന്നതോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പുള്ളിക്കാരി പിന്നെ ഫുഡ് എടുത്ത് മാറ്റി വെക്കുന്നതും സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഉണ്ട്. സോ അത് ബിന്നി നല്ല രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് ആ രാത്രി പ്രശ്നം ഉണ്ടാകാനുള്ള ബിന്നി അത് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യം ഇതാണ്. നേരത്തെ നടന്ന ചർച്ചയാണ്. ബിന്നി നല്ല രീതിയിൽ ജിസൈനെ കൊട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഇല്ല, ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം അനീഷ് ആര്യനെ കയ്യോടെ പൊക്കുന്നുണ്ട് പ്ലേറ്റ് കഴുകാത്തതിൻ്റെ പേരിൽ. ആ ഫയറിങ് കണ്ടപ്പം എന്തോ പോലെയായിപ്പോയി. പക്ഷേ അനീഷിന് ഇപ്പോഴും എനിക്ക് വലിയ മതിപ്പില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു ടൈപ്പ് ഗെയിമാണ്, ആ ടൈപ്പ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു നൂതനമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടേ, എന്നാലല്ലേ കാണുന്നവർക്കൊരിതുള്ളൂ. സോ അതാണ് എനിക്ക് അനീഷിനോടുള്ള പരാതി. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ബിഗ് ബോസിൻ്റെ പെങ്ങളൂട്ടിയായി മാറിയോ എന്ന അനുമോൾ എനിക്കൊരു സംശയമുണ്ട്. കാര്യം പുള്ളിക്കാരി കാണിക്കുന്ന പല പിന്നെ ചെറ്റത്തരങ്ങളും ഒന്നും ബിഗ് ബോസ് എപ്പിസോഡിലൂടെ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഫാൻസ് ഫോളോവേഴ്സ് ഉണ്ടാകാനുള്ള കാരണവും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.